നമസ്കാരം. നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരേ ഒരു സരസ്വതി ക്ഷേത്രമായിട്ടുള്ള മണ്ണിയമ്പത്തൂർ സരസ്വതി ക്ഷേത്രത്തിലാണ്. പട്ടാമ്പിക്കടുത്ത് കൊടുമുണ്ടയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. മക്കളുടെ വിദ്യാവർദ്ധനവിനും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നാവുനാരായം വഴിപാട് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് മണ്ണിയമ്പത്തൂർ സരസ്വതി ക്ഷേത്രം. മഹാസരസ്വതി മൂകാംബിക സ്വരൂപത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണിവിടെ. ഇന്ന് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഏകദേശം 800 വർഷം പഴക്കണ്ടെന്ന് പറയുന്ന അമ്പലത്തിന് സരസ്വതി മഹാസരസ്വതി സങ്കല്പമാണ് ശരിക്കും. ഇവിടെ സാരസ്വതം ത്രിമധുരം എല്ലാമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. നാവുനാരായണ നടക്കിൽ വെക്കൽ. നാവുനാരായണ നടക്കിൽ വെക്കുന്ന കുട്ടികളെ ഈ വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് വല്ല ദൃഷ്ടിദോഷമോ അങ്ങനെയെന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ നമ്മൾ ചെയ്യാമെന്നാണ് പറയുന്നത്. നാവുനാരായണ നടക്കിൽ വെക്കാനാണ്. പാലക്കാട് ജില്ലയിൽ തമിക്കടുത്ത് ഒരു കൊടുമുണ്ടാണ് സ്ഥലപ്പേര്. ഒരു ഏക സരസ്വതി ക്ഷേത്രം എന്ന് പറയാം. മഹാസരസ്വതിയാണ് ശരിക്കും. എന്തായാലും സരസ്വതിക്കാണ് ഇവിടെ പൂജ. പാൽപ്പായസമാണ് രാവിലെ, നെയ്പായസം വൈകുന്നേരം. അത് പറയുന്നത് 800 വർഷം മുമ്പാണ് ഈ ധർമ്മോത്ത് പണിക്കന്മാരെന്നൊക്കെ പറയുന്നില്ലേ, ഈ സാമൂതിരിയുടെ പടനായകന്മാർ, അവരുടെ ഗുരുസ്ഥാനീയരൊക്കെ ആയിട്ട് അവരുടെ ഒരു 10,000 പേര് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവരുടെ ആയോധന കലയും അതൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായ അവരുടെ ഇതിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അത്രയാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത്. ഒരു ഗുരു അതിനെ ഉപാസിച്ച ഒരു ഗുരുവാണ്. ആ ദേവീനെ ഉപാസിച്ച ഒരു ഗുരുവിൻ്റെതാണ് ഈശാനുകോണിൽ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈശാനുകോണിലുള്ളത്. അങ്ങനെ വന്നിട്ടുള്ള ദേവിയാണ്. അതെ അതെ, ആ ഒരു ഉപാസന ഉള്ള ആളാണ് ദേവി. മൂകാംബിക ദേവിക്ക് തുല്യമായ ഏകദേശം അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ പറയപ്പെടുന്നത് വാഗ്ദേവി കലാംശം മാറുന്ന ദേവി എന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അഭീഷ്ടസിദ്ധിക്ക് വളരെ എന്നുവെച്ചാൽ അവർ വിദ്യാപരമായിട്ടും എല്ലാം ഞങ്ങൾക്ക് അത് വേണ്ട മാതിരി എല്ലാം ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വലിയൊരു ശക്തിയാണ്. കാരണം പുറത്തുനിന്നാണ് കുറേ ആൾക്കാർ അധികം വരുന്നത്. അപ്പോൾ അവരൊക്കെ ഒരു വർഷത്തേക്ക് സാരസ്വതം ബുക്ക് ചെയ്യുക, ത്രിമധുരം ബുക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ച് പറയാം ഞങ്ങൾക്ക് അത് ഇങ്ങനെ ഒരു ഫലം കിട്ടിയിട്ട് ഇങ്ങനെ ഫലം കിട്ടിയിട്ട് അതിൽ വലിയ സന്തോഷമാണ്. അതേപോലെ ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുട്ടികളുടെ അവരും വരാറ് ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരുപാട് മാറ്റമുണ്ട്. ചില കാര്യങ്ങളൊന്നുണ്ട് നമുക്ക് ആർക്കായാലും ഇല്ല, മുഴുവൻ നമുക്ക് മാറില്ല. പക്ഷെ എന്നാലും നമുക്കൊരു മാറ്റം ഉണ്ടല്ലോ. ആ ശക്തി നമ്മളിവിടെ സമ്മതിച്ചേ പറ്റും, ഉണ്ട്, ഉറപ്പാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറിയാണ് പ്രകൃതിരമണീയമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിദ്യാദേവിയായ സരസ്വതിയെ ഉപാസിക്കുന്നവരുടെ ഇഷ്ട ക്ഷേത്രം കൂടിയാണ് മണ്ണിയമ്പത്തൂർ സരസ്വതി ക്ഷേത്രം.